ഏതാണ് ചേച്ചി? ഒരു ത്രെഡ് കിട്ടിയപ്പോ വെറുതെ എഴുതി നോക്കിയതോ. അവാർഡ് കിട്ടുവോ? ഈ വീട്ടിലെ എന്റെ അവാർഡ് മാത്രം വെക്കാൻ വേണ്ടി ഒരു സ്പേസിങ് ഒടിച്ചിട്ടുണ്ട്. ഒഴിച്ചിട്ടാ എന്തായി കിണിക്കണേ? അല്ല നല്ലതാ, വെക്കാം ഇങ്ങനെ നിരത്തി. ആച്ചാ എന്താടാ? അല്ല ഞാനങ്ങോട്ട് വിളിച്ച്. ആ ബാലുണ്ട് അവിടെ. അത് ശരി. അല്ല ഇവിടുന്ന് പോയിട്ട് 2 ദിവസം ആയല്ലോ. ആ വന്നില്ല. ഓ അല്ല ഞാൻ വിളിച്ചപ്പോഴൊക്കെ ഉത്സവത്തിന് തിരക്കാണ് എന്നാണ് പറഞ്ഞോണ്ടിരുന്നത്. ആ ഓ ആ ആണോ? വരുമോ ഇന്ന് ഇങ്ങോട്ട്? ആ ഹാ 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 ആ ഇല്ലില്ല, ഞാനിപ്പോൾ കുറച്ചു മുന്നേ വിളിച്ചപ്പോഴേ സ്വിച്ച് ഓഫ് ഫോണ്. ആ കത്രിക എടുത്താ? എനിക്ക് തൊത്തിന് കത്രിക എടുത്താ? പിന്നെ നിന്റെ കത്രിക എടുത്തോണ്ടിരിക്കില്ലല്ലോ എന്റെ പണി. ഒന്ന് പോടേക്കെ. ഒരു സാധനം എടുത്തോന്ന് ചോദിച്ചാ ഒന്നെങ്കിൽ എടുത്തെന്ന് പറയണം, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയണം. അല്ലാതെ ഇങ്ങനെ പറയരുത്. എടാ അത് ഞാൻ ഈ കഥാപാത്രത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നോണ്ടേ അറിയാതെ ചൂടായതാ. ഓരോ പേട്ട് കഥ എഴുതും, എന്നിട്ട് കഥാപാത്രം പോലും കഥാപാത്രം. എന്നെ എന്തെങ്കിലും പറഞ്ഞു എന്റെ കഥയും കഥാപാത്രത്തിന് പറഞ്ഞാണ്ടല്ലോ. പറഞ്ഞേ പേട്ട് കഥ പേട്ട് കഥ പേട്ട് കഥ പിന്നെ പേട്ട് പെട്ട എഴുതി കഥയെന്ന് പറയാം. എന്ത് നീല വളർപ്പുണ്ട്. ഒന്ന് പോയാ കള്ളം പറയാതെ. നിനക്ക് എന്താ പ്രശ്നം? എന്തിനാണ് ആവശ്യം? എന്റെ ബോർഡ് വെച്ച കൈ കെട്ടടിച്ച എന്തേ അടിക്കടാ നീ. എന്തേ നീ പ്രതികരിക്കണല്ലേ? പ്രതികരിക്കടാ. ഞാൻ ആദ്യം പോലെ ഒന്നും പറയുന്നില്ലല്ലോ, ചേച്ചിയല്ലേ പറയുന്നത് മൊത്തം. എടാ നീ അല്ലേ വന്ന് പറഞ്ഞ എന്റെ കഥ പേട്ടാണ്, എന്റെ കഥേനെ കഥാപാത്രത്തിന് കുറ്റം പറഞ്ഞോണ്ടല്ലേ? അത് ഞാൻ കഥ കൊള്ളാത്തോണ്ട് പറഞ്ഞു. ഇങ്ങനെ അമ്മ പറഞ്ഞാലും ചേച്ചി പറയൂ. അമ്മയല്ല അച്ഛൻ പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും. എന്നാ നീ പറയടി, നിന്റെ കഥാപാത്രത്തെ ഞാൻ കുറ്റം പറയാ പറ. അതമ്മ ഞാനേ അറിയാതെ ആ ഒരു ഫ്ലോ. നീ ഓട്, കിട്ടുമല്ലോ എന്റെ കയ്യില്. എന്തോന്നടേ അതിനാണില്ലടാ. എപ്പ നോക്കിയാലും നിന്റെയൊക്കെ വഴക്ക് കേൾക്കാനല്ലേ നേരമുള്ളു. എന്റെ ഒരു കത്രിക എടുത്തോന്ന് ചോദിക്കാൻ വേണ്ടി വന്നു. കത്രിക എടുത്തോന്ന് ചോദിച്ചിട്ട് അങ്ങ് പോണം. എടുത്തില്ലെങ്കിൽ എടുത്തില്ല, എടുത്തെങ്കിൽ എടുത്തിട്ട് അങ്ങ് പോവുക. അതിന് വഴക്കിടേണ്ട ആവശ്യമുണ്ടാ? എപ്പ നന്നാണ് കൊച്ചേ. ഇവര് ഈ വഴക്കിടുമ്പോ കൊച്ചു ഇത് നോക്കിങ്ങനെ നിക്കാണോ? ഈ ആങ്ങളെയും പെങ്ങളോട് വഴക്ക് കൂടുന്നതിനിടെ ഞാൻ ചെന്നാലേ അവസാനം അവരൊറ്റക്കെട്ടാവും, ഞാൻ ഒറ്റപ്പെടും. എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് പെട്ടെന്ന്. അത് നന്നായി. കൊറേ നാളായില്ലേ പഠിച്ച്. ഇനിയിപ്പോ നിങ്ങൾ രണ്ടും കൂടെ എപ്പോഴാ വഴക്കിടണേ? ഇല്ല, വഴക്കിടുന്നില്ല. അല്ല ഇങ്ങനെ നിന്ന് നിങ്ങളും കൂടെ വഴക്കിടും, അതെപ്പോഴും ഉള്ളതാണല്ലോ. അപ്പൊ രണ്ടുപേരും 2 വഴിക്കൊന്ന് പോയേ. ആര് പോവും? ഞാൻ പോണോ? അല്ല ചേച്ചി എങ്ങോട്ടെങ്കിലും പോട്ടെ. ഞാൻ അങ്ങോട്ട് പോവും. അയ്യോ എങ്ങോട്ടെങ്കിലും പോ. പിന്നെ ഞാൻ അങ്ങോട്ട് ഈ പെണ്ണുകാരടുത്ത് വെറുതെ വന്ന് വഴക്കിടണമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കേശേ എന്താ അടിക്കല്ലേ? ഇങ്ങോട്ട് വന്ന് എന്താ ഇങ്ങോട്ട് വാടാ. അച്ഛനെ വിളിച്ചായിരുന്നാ? അച്ഛനെ വിളിച്ചായിരുന്നാ? അച്ഛൻ ഇങ്ങോട്ടൊന്നും വിളിച്ചില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചായിരുന്നു. വിളിച്ചപ്പോ പറഞ്ഞു എന്താ ഉത്സവം എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോഴും അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞേ. ഇപ്പൊ നെയ്യാറ്റിങ്ങനെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങോട്ട് വിളിച്ച അപ്പൊ അച്ഛനെ എടുത്തില്ല. ഇപ്പൊ അച്ഛനെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചതാ. അപ്പൊ അച്ഛൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന്, വൈകിട്ട് വരുമെന്ന്. ആണോ? അച്ഛൻ ഇന്ന് വിളിച്ചല്ലോ ചേട്ടാ. അച്ഛൻ ഇന്നലെയാണ് വിളിച്ചത് തന്നെ. ഞാൻ പറഞ്ഞ ഇപ്പോഴാണ് അപ്പൂവും വിളിച്ചത്. അങ്ങനെ പിന്നെ ഞാൻ വിളിച്ചിരുന്നു ഇന്ന് അങ്ങോട്ട്. അപ്പൊ സ്വിച്ച് ഓഫ്. സ്വിച്ച് ഓഫാ? എന്തായാലും ഞാൻ
അത് ശരി, ഇതെപ്പോ വന്നുടനെ ഉറക്കമായ എന്ത് ഊന്നോടി കൊണ്ട് നടക്കണം ഓരോ വട്ട്. ഓ, കഥാപാത്രങ്ങളൊക്കെ എങ്ങനെ സുഖമായിട്ടിരിക്കണോ എല്ലാവരും? അമ്മ അത് വീട്ടില്ലേ അമ്മ? വിട്ട് എന്നെ സോപ്പിടാനായിരിക്കും അല്ലേ കുക്കിങ്ങിന് ഇറങ്ങിയത്? സോപ്പിടലൊന്നുമല്ല, വെറുതെ ഇവിടെ ബോറടിച്ചപ്പോ വെറുതെ സഹായിക്കാന്ന് വിചാരിച്ചു. എന്തുണ്ടാക്കണത്? അതെന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം. വായിച്ചു കഴിക്കാൻ പറ്റുമോ? ഓഫ്കോഴ്സ് കഴിക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. അച്ഛൻ വന്നില്ലേ അമ്മ? ഓ വന്ന് അവിടെ കട്ടിലേലുണ്ട്. പ്രത്യേക രൂപത്തിലും ഭാവത്തിലേക്കാണ് വന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങിയാ? ഒരു കുന്തമുണ്ട് കയ്യില്, ഒരു ഊന്നുവടി ഉണ്ടല്ലോ, ഊന്നുവടി ഉണ്ട് കയ്യിൽ. അമ്മ, ഞാൻ അച്ഛനെ വിളിച്ചായിരുന്നു, അച്ഛൻ ഫോൺ എടുക്കണില്ല കേട്ടാ. സ്വിച്ച് ഓഫ്. ഇവിടെ കിടന്ന് ഉറങ്ങണ അച്ഛൻ എങ്ങനെയാ ഫോൺ എടുക്കണേ? എവിടെ കിടന്ന് ഉറങ്ങണ അച്ഛൻ? കട്ടിലേ കിടന്ന്. ഏത് കട്ടില്ലേ? ഏത് കട്ടിലാണ് അച്ഛൻ സാധാരണ കിടക്കാറുള്ള? അത് നിങ്ങളുടെ റൂമില് അവിടെ ഉണ്ടോ? പിന്നല്ലാണ്ട് പോകാൻ പാടുന്നു ചുമ്മാ. ഞങ്ങളിപ്പോ വന്നല്ലേ ഉള്ളു, ഞാൻ നോക്കിട്ടാ വന്ന. അവിടെ ഒന്നും ഇല്ല അച്ഛൻ. ഞാനിപ്പൊ കണ്ടതല്ലേ അവിടെ കിടക്കണത്. ഇവിടെ വേറെ നീ കണ്ടോ? അച്ഛനോടില്ല. പിന്നെന്തര്? അവിടെ ഉണ്ട് കിടക്കാം. ഇല്ലമ്മ, റൂമിലില്ലേ? അവിടെ ഒന്ന് എഴുന്നേറ്റ് അവിടെ പോയി. അച്ഛൻ വന്ന് കാണത്തില്ല, വന്ന നമ്മയ്ക്കുമ്പോ തോന്നിയതായിരിക്കും. എന്ത് ഒരുമാതിരി ചിരി? അല്ല, അത് ബാലച്ചൻ കിടക്കുന്ന കണ്ടിട്ട്. അച്ഛൻ കിടക്കുന്ന കണ്ടിട്ടാ? അതിന് അച്ഛൻ എവിടെ ചേച്ചി? അച്ഛൻ സാധാരണ എവിടെ? റൂമിലല്ല അവിടെ. ഞാൻ പറഞ്ഞല്ലേ നീ കണ്ണൂർ നോക്കണ ഇറക്കാം. കണ്ണോടെ ചുവയല്ല നോക്കേണ്ടത്. ഇല്ല, ഞാൻ കണ്ടില്ല. ഞാനും കണ്ട ആ കൊച്ചും കണ്ടു. പിന്നെ നീ മാത്രം എന്താ കാണാഞ്ഞത്? ഞാൻ പിന്നെ കണ്ടിട്ടുള്ള പോയ കാര്യം ബാലി പറഞ്ഞു. നിനക്കെന്തൊരു ചിരി? നീ എന്തിട്ടിരിക്കണേ? ബാലച്ചൻ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ബാലുച്ച കിടക്കണോണ്ടായി ഇങ്ങനെ ചിരിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? ആദ്യമായിട്ടാണോ കിടക്കണ അവിടെ? ഇത് ഈ കിടപ്പിനൊരു പ്രത്യേകത, നിങ്ങക്ക് കണ്ടാ മനസ്സിലാവും. ഒന്ന് കാണണമല്ലോ അമ്മ. വന്നേ. എവിടെ? അച്ഛനെ കാണാനില്ലല്ലേ? അച്ഛൻ ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ചിലപ്പോ ബാത്റൂമിൽ കാണും. എന്തായാലും വെച്ചത് പൂട്ടിട്ടെങ്ങനെ ബാത്റൂമിലാടി അച്ഛൻ? ഇതെവിടെ പോയി? കണ്ടാ? എവിടെ? കണ്ണൂർ നോക്കാം അങ്ങോട്ട്. എവിടെ ഇരിക്കണ അച്ഛൻ? ഇല്ല, നേരത്തെ ഞാൻ പോകുമ്പോ ഇവിടെ കിടക്കണ്ടായിരുന്നല്ലോ. അതിന് കട്ടിലെ മോളല്ല ബാലച്ചന്റെ, കീഴില്ല. കീഴിൽ ബാലേ, ബാലു വിളിക്കടാ. അച്ഛാ, അച്ഛാ, ഇത് കട്ടിലടി കിടക്കണ എന്തിനാന്നേ? ഇവിടെ മാറേ. ബാലു കട്ടിലടി കിടക്കണ എന്തിനാ? ഇങ്ങോട്ട് വാ. കാളിദാസ, ഇടത്തോട്ട് കാളിദാസ്. കാളിദാസനാ? അതാരമ്മ കാളിദാസായി? അതിനെനിക്ക് ചോദിക്കാൻ ആരാണ് കാളിദാസൻ? ഇനിയിപ്പോ മാറി വിളിച്ചായിരിക്കും. അച്ഛാ കാളിദാസല്ല അച്ഛാ, കേശവൻ. എന്റെ അമ്മ താറ്റന്ന് വലിച്ച അച്ഛനെ പുറത്തോട്ട് എടുത്തിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കും. നിന്റെ അച്ഛനാ അതിന്റെ അടിയിൽ നിന്ന് വലിച്ച് ഇങ്ങോട്ട് എടുക്കണേക്കാൾ നല്ലത് കട്ടില് നീക്കണതാ. അതങ്ങോട്ട് നീങ്ങി വരില്ലേ? അപ്പൊ പിന്നെ കട്ടിലേക്ക് വാ. പിടി പിടി പിടി. ആസാരി പിടി. അച്ഛാ, അയ്യോ, തല. ഞാൻ അങ്ങനെ ഇവിടെ വന്ന് എങ്ങനെ ഇവിടെ വന്ന് ഇവിടെ വന്ന് അതിനെ ചോദിച്ചത്. ഇതിന്റെ അടി കയറി കിടന്ന് എന്തിനാ? അയ്യോ, ബാലുവേ, കാളിയെ കണ്ട? കാളിയാ? കാളിദാസനെ? ഏത് കാളിദാസൻ? ആരച്ചാ കാളിദാസായി? അല്ല, നിങ്ങൾ എന്തിനാ ഇതിന്റെ അടി കയറി കിടന്നേ? അതെ, എന്തെങ്കിലും ഒപ്പിച്ചിട്ടാണോ വന്നിരിക്കണേ? ആരെങ്കിലും വരും അന്വേഷിച്ച്? ഇവിടെ കുട്ടാണ് നമ്മളെ 2 ദിവസം ആനയുടെ അടിയിലാണ് കിടന്നുറങ്ങിയതേ. അപ്പൊ കിടന്നപ്പോ എനിക്ക് ഇങ്ങനെ ഒരു 4 കാല് വേണം, അതാണ് ഞാൻ അടിയിൽ കയറി കിടന്നത്. ആനയുടെ അടിയില്ല? അച്ഛൻ ആനയുടെ തോട്ടിയല്ലേ? ഇല്ല, ആനയുടെ ബഡ്സ് ചെവി തൊട്ടാളത്. ഇത് ആനയുടെ ആയിരുന്നാ? ആനനെ അങ്ങോട്ട് അവ എവിടെ പോയി? കാളി അച്ഛാ, അച്ഛാ പോലെ നീയൊക്കെ എന്തിനാ ഉറങ്ങാൻ സംഭവിക്കണേ? പറ, ഇതെന്ത് കോലാണിത്? എന്താ സംഭവം? ഈ ഇതൊക്കെ എങ്ങനെ വന്നു കയ്യിൽ? ഈ സ്റ്റിക്കൊക്കെ സ്റ്റിക്കാ? എടീ, ഇത് സ്റ്റിക്കൊന്നുമല്ലടി, ഇത് ആനയുടെ തോട്ടി. ഈ ആനയുടെ തോട്ടി കൂടെ നടക്കണം എന്താ നിങ്ങൾ? ഇതെവിടെ നിന്ന് വന്ന്? എടീ, ഞാൻ 2 ദിവസം ഉത്സവത്തിന് പോയ കാര്യം നിനക്ക് അറിയാലോ? ഓ അറിയാം.
അവിടെ ചെന്നപ്പോൾ എന്നോട് പഠിച്ച കേശവനെ കണ്ടേ. കേശവ ഇപ്പോൾ ഒന്നാം തരം ആനപ്പാപ്പാണ്. കേശവനൊരു ആനയുണ്ട്. ആനയെ കാണാൻ എന്തൊരു ഗാംഭീര്യം, എന്തൊരു തലയെടുപ്പ്. കാളിദാസൻ എന്നാണ് പേര്. പറഞ്ഞു തന്നെ രോമാഞ്ചമാണ്. നിനക്കൊന്നില്ലേ? എനിക്ക് വന്നില്ല. ഇത് ആരുടെ പറയാ? ഞങ്ങളോട് തന്നെ പറയാം. ആനയ്ക്ക് പഴം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേശവനോടുള്ള കുറച്ച് ആൾക്കാരൊക്കെ, പ്രമാണിമാരെല്ലാം കൂടെ. അപ്പോൾ എനിക്കൊരു പടല പഴം കൊടുക്കാൻ വേണ്ടി ആഗ്രഹം തോന്നി. ഞാൻ ചോദിച്ചു, കേശവ അളിയാ ഞാൻ ഒരു പടല പഴം കൊടുക്കട്ടാ ചോദിച്ചു. എന്നോട് പഠിച്ചല്ലേ കേശവ ആനക്കാരെ. പിന്നെ ഞാൻ അളിയാന്ന് വിളിക്കാൻ മറ്റേ അമ്മായിയെന്ന് വിളിക്കാൻ പറ്റുമോ? അവൻ പറയും അളിയ പാല് കുററാന്ന് പറയും. ഞാൻ ഒരു വലിയൊരു ഒരു പടല പഴം എടുത്ത് കേശവൻ്റെ വായിൽ അതിന് കൊടുത്തു. കേശവന്റെ വായില്ലേ? കേശവൻ്റെ വായിലല്ല, ആനയുടെ വായിൽ, കാളിദാസന്റെ വായിൽ. നീ ശ്രദ്ധിക്കണം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി പറഞ്ഞത്. കാളിദാസന്റെ വായിൽ കൊടുത്തു. കാളിദാസൻ എന്ത് ചെയ്തു? ഒരു ചവച്ച് ഇങ്ങനെ എന്തൊരു രസമായിട്ടോ ഇങ്ങനെ ഞാൻ മാറിയെന്ന് അവൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാം ഈ പാപ്പാങ് ഒരു പടല പഴം എടുത്ത് കൊടുത്തു. അവൻ കഴിക്കണില്ല. അവിടെ നാട്ടുകാരെല്ലാം കൂടെ വന്നിട്ട് അവിടെ പ്രമാണിമാരെല്ലാം ഉണ്ടല്ലോ, പഴം എടുത്ത് കൊടുക്കാൻ നോക്കി, കഴിക്കണില്ല. ആനപ്പഴം കഴിച്ചില്ലേ? ആനപ്പഴം കഴിക്കണില്ല, കഴിക്കാൻ ഒറ്റ നിപ്പ്. അതെന്ത്? കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി, ആനെ ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെ കാണിച്ചു. ആ ഇങ്ങോട്ട് വിളിക്കണത് ഞാനും ഇങ്ങനെ ആക്കി. കാര്യം എനിക്ക് മനസ്സിലായി. അവനോട് സംസാരിച്ചേന്. ബാല് തന്നാ മതിയെന്ന് പഴം, വേറെ ആരും കൊടുത്താൽ വാങ്ങിക്കണമെന്ന്. അവസാനം ഞാൻ ഒരു പടല പഴം കൊടുത്ത്, 2 പടല പഴം കൊടുത്ത്, എത്ര കൊല കൊടുത്തത് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അവ ഇങ്ങനെ ചവച്ചരച്ച് തന്ന് കൈ ഇങ്ങനെ ആട്ടി എന്ത് രസം അത് കണ്ടുകൊണ്ടിരിക്കുക. അല്ല, അച്ഛനും ആനയും തമ്മിലുള്ള ആത്മബന്ധം ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ആ തോട്ടി അതെങ്ങനെ കയ്യിൽ വന്നു? അത് പറയാന്നേ, തോട്ടിയുടെ കാര്യം പറയാം. അങ്ങനെ ഞാനും അവന് നല്ലൊരു അനാത്മബന്ധം ഉണ്ടായി. ആത്മബന്ധം? അനാത്മബന്ധം, ആനയായിട്ടുള്ള ബന്ധം, അനാത്മബന്ധം. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അവന്. കുറച്ച് ഞാൻ പിന്നെ അങ്ങോട്ട് പോയി. അവിടെ ബുൾസപ്പറമ്പല്ലേ, അവിടെ ഒന്ന് കറങ്ങാനൊക്കെ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ ഒരു നല്ല പട്ട പഴിക്കാൻ ആനയ്ക്ക് പട്ട വേണ്ടേടാ. പട്ട എടുത്തിട്ട് കൊടുക്കണ്ടേ? ഓല പടരെ അതിന് വേണ്ടി പോയി. 2-3 പടത്തിൽ പട്ടയും കൊണ്ട് ഞാൻ തിരിച്ച് വന്നപ്പോൾ കാണാം അവിടെ ഭയങ്കര ആൾക്കൂട്ടം. എവിടെ? അമ്പലപ്പറമ്പിൽ ആൾക്കൂട്ടം. ഞാൻ വിചാരിച്ചു അവിടെ അടിയെടുക്കുന്നത്, കമ്മിറ്റി ആയപ്പോൾ അടിയാണല്ലോ നാട്ടുകാരെ പറ്റി. ചെന്ന് നോക്കിയപ്പോൾ യുവ ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. ഞങ്ങൾ നിൽക്കുകയാണ്. തിടം പറ്റാൻ സമയമായി. യുവ ഒറ്റടത്തിന് മോളി കയറ്റുന്നില്ല. മോളി കയറ്റില്ല. എനിക്കതിനെ അറിയാം. അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും അടുപ്പിക്കണമില്ല. ഈ കാര്യം മനസ്സിലായി. ഞാൻ കാളിദാസോ എന്നൊരൊറ്റ വിളി. എൻ്റെ ശബ്ദം കേട്ടപ്പോഴേ അപ്പോൾ ചുറ്റും ഇങ്ങനെ നോക്കണം. ആന എങ്ങനെ ചുറ്റും നോക്കണം? ആനെങ്ങനെ ചുറ്റും നോക്കണം? ആന ഇങ്ങനെയാണ് ചുറ്റും നോക്കി. കുട്ടപ്പിള്ളേരെ നമ്മൾ ആവശ്യമില്ല ചോദിക്കാതെ ഞാൻ നോക്കാൻ ഇങ്ങനെ കാണിച്ചപ്പോൾ മനസ്സിലായി. അല്ല പിന്നെ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ. അവസാനം ഞാൻ ചെയ്യുന്നത് എൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ഞാൻ മാത്രം കയറിയാൽ മതി, ആരും കയറാൻ സമ്മതിക്കില്ലെന്ന്. ഞാൻ കയറിയാൽ മതിയെന്ന്, ബാല് കയറിയാൽ മതിയെന്ന്. അതാണ് എന്നെ സംസാരിച്ചത്. നമ്മൾ ആത്മബന്ധം ഇല്ലേ? അപ്പോൾ ആന പറഞ്ഞത് എനിക്ക് കേൾക്കാൻ പറ്റും. എൻ്റെ മനസ്സിലുള്ള ആനയ്ക്ക് അവന് മനസ്സിലാവും. അവസാനം ഞാൻ എന്ത് ചെയ്ത്, ആദ്യം ആനയുടെ മണ്ട കയറി, തിടമ്പും കയറ്റി 3 വലത് അമ്പലത്തിൽ ചുറ്റും. ഇത് രസം, ആർപ്പും വിളിയും കൊട്ടും കുരവയും. അവസാനം എഴുന്നള്ളത്ത് കഴിഞ്ഞ് ഞാൻ ഇതിനകത്ത് ഇറങ്ങിയപ്പോഴേ തുമ്പിക്കൈ കൊണ്ട് അപ്പോൾ എന്നെ ഇങ്ങനെ അനുഗ്രഹിച്ച് നന്നായി വന്നു. എന്നെ മനസ്സിൽ പറഞ്ഞു, എനിക്ക് കേൾക്കാൻ പറ്റും, നന്നായി വന്നു. ഞാൻ തിരിച്ച് അവനെ അതുപോലെ അനുഗ്രഹിച്ചു. ആന തുമ്പിക്ക് വെച്ച് അനുഗ്രഹിച്ചു. ഓക്കെ, ഈ അച്ഛൻ എങ്ങനെ അനുഗ്രഹിച്ച്? ഈ ഹൈറ്റ് പ്രോബ്ലം വരില്ല? എടാ അത് തന്നെ ചുറ്റി തുമ്പിക്കൊണ്ട് ചുറ്റി എടുത്തിട്ട് ആ സമാസഭ ഇങ്ങനെ നിർത്തിയടാ. ഒരേ ലെവലെത്തിയപ്പോൾ ഞാൻ അനുഗ്രഹിച്ച്. മണ്ടമണാപ്പി ഒരേ ചോദ്യം ചോദിച്ചാൽ അടിച്ച് ലെവലേക്ക് ഇന്നത്തെ പരീക്ഷിക്കണ്ട തന്നെ. അങ്ങനെ അനുഗ്രഹിച്ച്. അപ്പാണ് നിറ കണ്ണോടുകൂടി പാപ്പൻ്റെ പേര്, പാപ്പാൻ്റെ പേര് കേശവൻ പറയണത്, അളിയാ ഞാനല്ല പാപ്പാൻ, നീയാണ് ആനയുടെ ഒന്നാം പാപ്പാൻ. ശരിക്കും അങ്ങനെ പറഞ്ഞു? അച്ഛാ, നല്ല അടിപൊളി കഥ. ഇതുണ്ടല്ലോ ഉറപ്പായിട്ട് ഞാൻ എഴുതും മക്കളെ. പിന്നെ ഞാനും അവനും കൂടെ ഇങ്ങനെ പറമ്പൊക്കെ ഇങ്ങനെ തമാശയും പറഞ്ഞു. പിന്നെ പറഞ്ഞു എന്നെ ഒറ്റയ്ക്കിട്ട് പോകല്ലേ, അതുകൊണ്ട് എൻ്റെ ഇടത്തേക്ക് അതിന് തുമ്പിക്കൊണ്ട് ഇവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ്.
ഒറ്റക്കിട്ട് പോവില്ലെന്ന് ആന പറഞ്ഞ ഇതേ പറയണെന്ന് അവന്റെ ആ ഒരു ചെയ്തിലൂടെ എനിക്ക് മനസ്സിലാവും. അവന്റെ മനസ്സെനിക്ക് അറിഞ്ഞൂടെ. പോവല്ലേ വാല് ഒറ്റക്കിട്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ പറമ്പാട് വരുമ്പൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ അപ്പൊ ആനയും കൊണ്ടാണോ വന്നത് നിങ്ങൾ? ആനയും കൊണ്ടാണോ വന്നത്? ആനേ ആ എന്തിന്? ഓ ഇത് തോറ്റ എടുത്ത് ചോദിച്ചേണാ. എടീ ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എടാ കേശവ ഞാൻ തിരിച്ച് വീട്ടിൽ പോകടാ, കൊച്ചി പോണ്, അവിടെ ഭാര്യ മക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോണ്, ഉത്സവത്തിന് 2 ദിവസമായി അന്വേഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ എവിടെ പോകണം? എടാ കൊച്ചിയിൽ ഇവിടെ തൊട്ടടുത്ത് അമ്പലത്തിൽ എഴുന്നള്ളത്തല്ലേ, കേശവനും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്ക് സന്തോഷമായി, കേശവനും സന്തോഷമായി, നമ്മളെ കാളിദാസനും സന്തോഷമായി. അങ്ങനെ വലിയ ലോറിയിൽ കാളിദാസനെ കയറ്റി ഞാൻ അവൻ്റെ പുറത്തിരുന്ന് സുഖമായിട്ട് ഇവിടെ വരെ വന്നിറങ്ങി. ഓ ഭാഗ്യം എൻ.കെ.വിയിൽ എന്നെ തട്ടാഞ്ഞത്. എൻ.കെ.വി തട്ടിയെങ്കിൽ നിന്റെ തന്ത കരുതിനടാ, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. എൻ.കെ.വി അതിൻ്റെ ഇടങ്ങ് മോളിൽ അത് തൊട്ടടുത്തുണ്ട്. ഞാൻ പോട്ടാ. എവിടെ ഇവിടെ ഉണ്ടോ? ഓ ഇവിടെ കിട്ടി 2 കൂടെ പട്ട എടുത്തിട്ട് കൊടുക്കട്ടെ. എവിടെ പോവാൻ? എടി അവൻ എന്നെ കാണണം തന്നെ. പിന്നെ ആനയുടെ പുറകെ പോകാൻ പോണോ? പിന്നെ ആനയോട് പറയും എനിക്കൊന്നും ആത്മബന്ധമില്ലേ. അപ്പൊ നിങ്ങൾ സൂപ്പർവൈസർ ജോലിയാ? എടി ഞാൻ അവനെ ഇത്ര ആത്മബന്ധമായ സ്ഥിതിക്ക് ഞാൻ ഈ സൂപ്പർവൈസർ പണിക്ക് പോകാൻ പറ്റും. അതുപോലെ പാപ്പ 1-ാം പാപ്പൻ അവൻ പറഞ്ഞില്ലേ, കേശവൻ പറഞ്ഞില്ലേ, പാപ്പാനൊക്കെ മാസത്തോട് എത്ര രൂപ ശമ്പളം എന്നറിയാമോ? നല്ല പൈസ ഉണ്ട്. മര്യാദ തോട്ടിയും കൊണ്ടേ കൊടുത്തിട്ട് നാളെ തൊട്ട് സൂപ്പർവൈസർ പണിക്ക് പോയിക്കോട്ടാ. ഇപ്പാടി ഞാൻ ഈ ആനയായിട്ട് നല്ല ആത്മബന്ധമായി കാളിദാസനായിട്ട്. പിന്നെ എനിക്ക് ഇനി സൂപ്പർവൈസർ പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ അവൻ 1-ാം പാപ്പൻ അവൻ പറഞ്ഞില്ലേ, പാപ്പാനൊക്കെ മാസം എത്ര രൂപ ശമ്പളം എന്നറിയാമോ ആന മേഖലന്? ആ ഉള്ള ഈ ആത്മബന്ധോട്ട് കടത്തിലിട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അരിയാവത്തൊന്നുമില്ല. പോയി അച്ഛനെ വിളിച്ച് പറയേ. നീ എന്തിനാണ് ഇത്ര നിസ്സാര കാര്യത്തിനൊക്കെ നീ അച്ഛനെ വിളിച്ച് പറഞ്ഞത്? ആ പേടിയുണ്ടോ? ഞാൻ പോകും കേട്ടെ. ഞാൻ പോകും. ആ എന്നാ ഞാൻ പറഞ്ഞേക്കാം അച്ഛനോട്. ഇട്ട് അവൻ സങ്കടപ്പെട്ട് നിൽക്കായിരിക്കുന്നു. ഓ പിന്നെ പോവും. നിങ്ങൾ ആനയുടെ പുറകെ പോയി നോക്ക്. ആനയുടെ പുറകെ അങ്ങനെ ഇനി പോയിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് അങ്ങ് പോയിക്കോണം. പിന്നെ ഈ കോമ്പൗണ്ടിലോട്ട് കയറിയേക്കരുത്, പറഞ്ഞേക്കാം ഞാൻ. ആന പിന്നെയും വരിക, എവിടെയാണ് മെരുക്കാൻ പറ്റുന്നത്? എന്താ നടക്കാ ഓരോ നമ്പറും കൊണ്ട്. അമ്മ ഉണങ്ങി പോട്ടച്ചാ, ബാക്കി കഥ പറ. മക്കളെ പോട്ടെ മക്കളെ, അവൻ വയലൻ്റ് ആവും. അവൻ കിടന്ന് വയലൻ്റ് ആവും. പോട്ടെ. ബാക്കി കഥ പറഞ്ഞിട്ട് പോച്ചാ. ആ എനിക്ക് 2-3 കൺഫ്യൂഷൻ ഒക്കെ. നീ ഈ കഥ മൊത്തം കേട്ടിട്ട് എൻ്റെ അടുത്തല്ലേ എഴുതിക്കൊണ്ടുവരുന്നത്? അതെ. അപ്പൊ ഞാൻ ബാക്കി അപ്പൊ കേട്ടോളാം. എന്താ കൊച്ചാ പുച്ഛം? ഒന്നുമില്ല ബാലച്ച. അച്ഛൻ ബാക്കി കഥ പറയാച്ചാ. ഇത് ഇത്ര വലിയ ഉണ്ടാ? അയ്യോ ഞാൻ ഈ കാളിദാസന് ഉരുട്ടി കൊടുക്കണതേ അത് ശീലിച്ചോടി. ഈ 2 ദിവസം കൊണ്ട് ഇത്ര വലിയ ശീലോ? അതെ ആത്മബന്ധമാണ്, നല്ല ആത്മബന്ധം എനിക്ക് അവന്. അത് 2 ദിവസം കാലങ്ങളൊന്നും വേണ്ട, ഒരു നിമിഷം മതി നല്ല ആത്മബന്ധം ഉണ്ടാവാം കേട്ടാ. ഇത് വല്ലാത്തൊരു ആത്മബന്ധം തന്നെ. ഓ ഇതൊന്നും കഴിക്കണില്ല, ഇത് പിടിച്ചെടുക്കണ എന്താ? അല്ല ഞാൻ ക്യാരക്ടർ ഡെപ്ത് നോട്ട് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ക്യാരക്ടർ ഡെപ്തേ അച്ഛൻ്റെ കഥ. അടുത്ത ഭ്രാന്ത്. എൻ്റെ പൊന്നു, എൻ്റെ പിള്ളേരെ നിങ്ങളെ സമ്മതിക്കണം കേട്ടാ. അങ്ങേർക്ക് ആ വടി എവിടെന്നോ ഏതോ ഉത്സവപ്പറമ്പിൽ നിന്ന് കളഞ്ഞിട്ടിയതാണ്. അല്ലാണ്ട് അങ്ങേര് ആനയുടെ അടുത്ത് നിന്ന് എടുത്തോണ്ട് വന്നതൊന്നും അല്ല. ആന അങ്ങേരോട് സംസാരിച്ച് അങ്ങേര് പറയണത് ആനയ്ക്ക് മനസ്സിലായി. പിന്നെ ഉത്സവപ്പറമ്പിൽ ചെന്നപ്പോൾ ആന അവിടെ കൊണ്ട് കെട്ടിയിട്ട്. ഇതൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾ മാത്രമേ വിശ്വസിക്കുള്ളൂ കേട്ടോ, വേറെ ആരും വിശ്വസിക്കൊന്നുമില്ല. അമ്മ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വരുന്ന വഴിക്ക് ഉത്സവപ്പറമ്പിൽ ആനയെ കിട്ടിയിട്ടുണ്ട്. അച്ഛൻ കിട്ടിയ ആനയാണോ? അപ്പൊ ഒറിജിനലായിട്ട് ആന ഉണ്ടാ? ഉണ്ടെന്നേ, ഞാൻ കണ്ടതല്ലേ. അവിടെ നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ട്. അയ്യോ നാട്ടുകാർ കൂടിയാ? നാട്ടുകാർ കൂടിയെങ്കിൽ അവൻ്റെ ഇടയിൽ തരുന്നുണ്ടാവും. അതാ ഞാൻ ചെല്ലാൻ താമസിച്ചാൽ ഡോറിൽ നിന്ന് മുട്ടിട്ട് അച്ചാന്ന് വിളിക്കും. അച്ചാന്നാ? അല്ല ബാലുന്ന് വിളിക്കും. ഞാൻ പോട്ടാ. എന്നാ പെട്ടെന്ന് ചെയ്യല്ലേ. ഞാൻ ആ കഥയും മുട്ടിയിട്ട് കണ്ടില്ലെങ്കിൽ അകത്തോട്ട് കയറി വന്നാലോ? എനിക്ക് എന്തിന്റെ കേട്? അല്ല പിന്നെ അയ്യോ കാളിദാസൻ വന്ന്. കാളിദാസ ആന തന്നെ അത്. കാളിദാസ വായിക്കോട്ട് ഇവിടെ ബാലുണ്ണോ അവിടെ ഒരു പ്രശ്നം ഉണ്ടോ? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഉണ്ടോ? പ്രശ്നമുണ്ടെന്ന് ചെല്ലി. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ മൊട്ടയടിച്ച് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ആരെങ്കിലും അടിയും വഴക്കുണ്ടെങ്കിൽ അതിന്റെ പുറകെ പോകരുതെന്ന്. അയ്യോ ചേച്ചി, അടിയും വഴക്കൊന്നും അല്ല ചേച്ചി. പിന്നെ അണ്ണൻ അവിടെ ഒരു ആനയെ കൊണ്ട് കെട്ടി, അതിന്റെ പാപ്പൻ അടിച്ച് വിറ്റായി കിടക്കുക. ഈ അണ്ണൻ വന്നാലേ ആനയെ മേരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എങ്ങനെ ഉണ്ടടി? നീ എന്താണ് പിള്ളേരെ പറഞ്ഞത്? ബാലു കൊണ്ട് കെട്ടി ആനയെ മേരിക്കാൻ ബാലു എന്നെ ചെല്ലണം. ആനേ എനിക്ക് ഉണ്ണിയാണ്, കൊച്ചു ഉണ്ണി. അതിന്റെ കൊമ്പിൽ ഞാൻ ഊഞ്ഞാലാടും, തുമ്പിക്കൈ കിടന്ന് ഉറങ്ങും, എടുത്തിട്ട് അമ്മാനമാടും. ഉണ്ണിയാണ്ടി ബാലു, കൊച്ചു ഉണ്ണിയാന. അണ്ണാ സംസാരിച്ച് സമയം കളയാനില്ല, അവിടെ വലിയ പ്രശ്നം നടക്കുക. മകളെ തോട്ടി എടുത്തോടാ. ഞാൻ എടുത്തോണ്ട് വരാം. ഇനിയിപ്പൊ ആന ചെല്ലണം, മെരുക്കണം, എനിക്ക് വയ്യ. അച്ഛാ പോയി വിജയിച്ചു വാ. എന്നിട്ട് ആനേനെ മെരിക്കിയ കഥയുണ്ടല്ലോ, അതെന്റെ അടുത്ത് വന്ന് പറയണേ. വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞത് മൊത്തം എഴുതിക്കോണം. എഴുതാം. മൃഗരാജഗതി ഗതി രാജഗതി പതി പന്തഗതി ഒരു മന്ദഗതി. എവിടെയാണോ
കണ്ണു കാണാണല്ലോ. ഞങ്ങൾക്ക് എന്തെങ്കിലും കളിക്കാൻ പറ്റുമോ? തരാം. അച്ഛൻ വിളിച്ചായിരുന്നു നിങ്ങളെ? അച്ഛൻ വിളിച്ചില്ലല്ലോ. അല്ല അച്ഛൻ ആനേനെ മരിക്കാൻ പോയിട്ട് കണ്ടില്ലല്ലോ. മിക്കവാറും വല്ല ഉത്സവ പറമ്പിൽ കാണും. ഇല്ലല്ലോ, ഉത്സവപ്പറമ്പിലേക്കൊന്നും പോലോ. ദേ വരുന്നു. അച്ഛൻ ആകെ നനഞ്ഞു കുളിച്ചിട്ടാണല്ലോ വരുന്നത്. ശരിയാണല്ലോ. ഇതൊന്നും നനഞ്ഞിരിക്കണത്? ആ നനഞ്ഞിരിക്കണ എന്താ? ഞാൻ കുളത്തിലെടുത്ത് ചാടി. അവിടത്തേക്ക് ഒരു നാട്ടാടത്തേക്ക് വന്നപ്പോ അത് ഞാൻ ഓടയിൽ വീണ്. ഓടെ വീണിട്ട് ചെളിയൊന്നും ഇല്ലല്ലോ. അച്ഛൻ നടന്ന കാര്യം പറ. അച്ഛൻ എന്തോ പറ്റിയേ? നടക്ക കാര്യം തോന്നുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവനെ മെരുക്കി എടുത്ത്. ആരെയാണ് മെരുക്കാൻ പോയത്? ആനെ. ആ അവനെ മെരുക്കി ഒരു സൈഡ് മാറ്റി നിർത്തി. പിന്നെ പാപ്പാനായിട്ട് അവന് ബോധമില്ല അടക്കം വെള്ളമടിച്ച് പൂച്ചായി കിടക്കുകയല്ലേ. അങ്ങനെ കുറേ നേരം അവനെ വെള്ളമൊക്കെ തളിച്ച് അവൻ്റെ ബോധം വീണ്ടെടുത്ത് പിന്നെ അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. കുറേ സംസാരിച്ച് കഴിഞ്ഞാൽ ഉറക്കം വന്നു. ഞാൻ ഒന്ന് ഉറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് അവിടെ കയറി ഞാൻ കിടന്നു. എവിടെ? അവൻ്റെ അടിയിൽ ആനയുടെ അടിയിൽ കയറി കിടന്നേ. എന്നിട്ട് കാളിദാസൻ്റെ അടിയിൽ കയറി കിടന്നു. സേഫ് അല്ലേ, നല്ല തണലും ഉണ്ട്. ആ കിടങ്ങ് മയങ്ങിപ്പോയി. അപ്പോൾ ആണ് സ്വപ്നത്തിൽ നല്ല ഉറക്കമല്ലേ, നല്ല സ്വപ്നം കണ്ടു. കുറ്റാലത്തെ കുളിക്കുമ്പോഴത്തെ ഒരു ഫീല്. ഈ സ്വപ്നത്തിലാണെങ്കിൽ പിന്നെ ബാലോചന നനഞ്ഞത്. സ്വപ്നത്തിൽ നനഞ്ഞില്ലല്ലോ. സ്വപ്നത്തിൽ കിടന്നപ്പോൾ സ്വപ്നം കണ്ടപ്പോഴും കുറ്റാലത്തെ കുളിക്കുന്ന ഫീല്. അങ്ങനെ ഫീൽ നമ്മൾ കണ്ണു തുറന്ന് നോക്കി. നോക്കിയപ്പോൾ അങ്ങ് ചൊരിയല്ലേ. എന്ത് ചൊരിയാണ്? എന്ത് ചൊരിയണമെന്നാ? അതാ എണീറ്റ് ഓടാൻ പറ്റുമോ? 1-2 ലിറ്ററാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞ കാര്യം പറയണത്? ഇനി കാളിദാസ മൂത്രം ഒഴിച്ചെന്ന്. എണീറ്റ് ഓടാൻ പറ്റുമോ? എന്ന് കിടന്നുണ്ടെങ്കിൽ മൊത്തം അങ്ങ് നനഞ്ഞ് എല്ലാവരും ഞാൻ തോന്നുന്നു. ഒരടി പുറകോട്ട് നീ കിടന്നെങ്കിൽ മൂത്ത് മൈലാഞ്ചി ഇട്ടനെ. മൈലാഞ്ചി ആന പിണ്ടോട്ടനേന്ന്. എന്നിട്ട് എവിടെ നിങ്ങളുടെ കൈ ഇരുന്ന കോല്? ആ വാരിപുല്ല കളഞ്ഞ ആനയിലും ഒന്നുമില്ല. ഈ ആന വിചാരിക്കും പോലെ അല്ല കേട്ടാ. ശരിയാവില്ല. എന്തൊക്കെയായിരുന്നു ബിൽഡപ്പ് ഇവിടെ നിന്ന് പോയപ്പോ. ഉണ്ണി, എൻ്റെ ആന ഉണ്ണിയാണെന്ന്. എന്തായാലും ഉണ്ണിയല്ലേ, ഉണ്ണിമൂത്രം പുണ്യാഹമാണെന്നങ്ങ് വിചാരിച്ചാൽ മതി. ആ പുണ്യാഹം തന്നെ. ഞാൻ പോയി കുളിക്കട്ടെ. ആകറിട്ട് വയ്യ. എങ്ങോട്ട് പോവില്ല, പുറകെ കൂടി പോച്ചല്ലേ. പുറകെ കൂടെ പോകാനാ? ആ പുറകിൽ പോയി കുളിച്ചിട്ട് കയറിയാൽ മതി, ഞാൻ സോപ്പ് കൊണ്ടുതരാം. ഞാൻ കുളിമുറി കുളിക്കാള്ളൂ. കുളിമുറിയിൽ കുളിക്കണമെന്ന് പുറകിൽ പോയി കുളിക്കാൻ ഞാൻ സോപ്പ് കൊണ്ടുതരാന്ന്. നാറിന് പാലു ഇത് അകത്തോട്ട് പോണ്.